നമസ്തേ. ഒരു കഥ പറയാം. സമ്പന്നനായ ഒരു സഞ്ചാരിയുടെ കഥയാണ്. അയാളിങ്ങനെ നിരന്തരമായ തന്റെ യാത്രകൾക്കിടയിൽ ഒരു ദിവസം ഒരു ഗ്രാമത്തിലെത്തി. അന്ന് വൈകിട്ട് അവിടെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ അന്തി ഉറങ്ങാം എന്ന് വിചാരിക്കുകയാണ്. ആദ്യം കാണുന്നത് വലിയ വർണ്ണ ശബളമായ വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വീടാണ്. എന്നാൽ അവിടെ നിറയെ മുറികളൊക്കെ കാണും എന്ന് കരുതി അവിടേക്ക് തന്നെ ചെല്ലുന്നു. എന്നാൽ ആ വീടിനോട് അടുക്കുമ്പോൾ ഒരു വലിയ കോലാഹലങ്ങൾ കേൾക്കുന്നു. ഉള്ളിൽ നിന്ന് വലിയ ശണ്ഠയുടെ ശബ്ദങ്ങൾ. അയാൾ ആ വീട് ഒഴിവാക്കി മുന്നോട്ട് പോവാണ്. കുറെ ദൂരം ചെല്ലുമ്പോൾ അടുത്തൊരു വീട് കാണുന്നു. എന്നാൽ ആ വീടിനോട് അടുക്കുമ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം ആ വീടിന്റെ ഉള്ളിൽ നിന്ന്. ഏതൊക്കെയോ മൃഗങ്ങൾ ആ വീടിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതുപോലെ. അല്ല, അവിടെ ഒന്നും മുന്നോട്ട് ചെല്ലുന്നു. വീണ്ടും അടുത്തൊരു വീട്. അല്ല, വീടിന്റെ സമീപമെത്തി. എന്നാൽ ആ വീടിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒട്ടും അടുക്കും ചിട്ടയും ഇല്ലാതെ അലങ്കോലപ്പെട്ട് മാലിന്യം നിറഞ്ഞു കിടക്കുന്നു. എന്നാൽ അവിടെയും താമസിക്കുന്നില്ല. നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുന്നത് പോലെ വളരെ ശുഭപര്യവസായിയായ ഒരു കഥയാണ്. അയാളിങ്ങനെ അടുത്തൊരു വീട്ടിലെത്തുന്നു. ചെറിയ വീടാണ്, അടുക്കും ചിട്ടയുമുണ്ട്. അയാൾ അവിടെ വസിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു സദൃശ്യമായി പറയുന്ന ഒരു കഥയാണ്. വിശുദ്ധാത്മാവിന്റെ ആവാസത്തെക്കുറിച്ചൊക്കെ പൊതുവെ പറയാറുള്ള ഒരു കഥയാണ്. നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധാത്മാവിന്റെ ആവാസം സംഭവിക്കുന്നത് അവിടെ ഇങ്ങനെ ഞാനെന്ന ഭാവത്തോടു കൂടിയുള്ള കലഹങ്ങൾ ഉള്ളപ്പോഴല്ല, അതുപോലെ തന്നെ നമ്മുടെ ദുർവാസനകളുടെ ഒരു ദുഷിപ്പ് അവിടെ കിടക്കുമ്പോഴല്ല, നമ്മുടെ ഹൃദയം മാലിന്യങ്ങൾ കൊണ്ട് മലിന വിചാരങ്ങൾ കൊണ്ട് തിങ്ങുമ്പോഴല്ല, ഇവിടെയൊന്നും ഒരു ആത്മാഭിഷേകം, ഒരു വിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മളിൽ നിറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയായിട്ടാണ് റിപ്പൻറ്റൻസ് എന്ന ആ പുസ്തകത്തിൽ ഈ കഥ പറഞ്ഞിട്ടുള്ളത്. ആദരവോടെ.